എടാ ചോദിക്കട്ടെ ഞാൻ ചോദിക്കാൻ പോവാ. എല്ലാരും ഇങ്ങ വാങ്ങുവാ. എന്തുവാ? ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അങ്ങനെ പോയിട്ട് വെച്ചിരിക്കുന്ന വീഡിയോസിൽ അടുത്ത ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആൻഡ് വീഡിയോ മറ്റൊന്നുമല്ല, ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ മിക്കപ്പോഴും പോകാറുള്ള ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഒരുങ്ങുന്നത്. എങ്ങോട്ടാന്നല്ലേ പറയത്തില്ല, ഞാൻ വേണേ കണ്ടുപിടിക്കും. പക്ഷെ അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളോട് പറയണേ, ഞാൻ വേറെ ആരോട് പറയാനാ? ഞാൻ ബീച്ചിലേക്ക് ഒരു ഷൂട്ടിന് വേണ്ടി പോകാനാണ് റെഡി ആവുന്നത്. അങ്ങനെ ഷൂട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വടക്കൻ സെൽഫി സിനിമയിൽ നിവിൻ പോളി അജു വർഗീസിനോട് പറയുന്ന ഡയലോഗില്ലേ, അത് തന്നെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ച് പലവട്ടം കുഴി ചാടിപ്പിക്കുന്നവനാണ് നീ എന്ന്. അതുപോലെ എന്റെ എല്ലാ തെണ്ടിത്തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറച്ച് പേരുണ്ട്. ആക്ച്വലി ഇറ്റ്സ് ഗുഡ് ഓൺലി. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനാണ് നാളെ മോനെ ഷൂട്ടുണ്ട്, ക്യാമറയുണ്ട്, നമ്മൾ നാളെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു പ്ലാൻ ഇട്ടത്. ഈ ബീച്ചിലൊക്കെ പോയിട്ട് സുന്ദരികളായ പെൺകുട്ടികൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും എന്റെ ഒക്കെ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തെടുത്തില്ലേ, അതുപോലത്തെ വീഡിയോ എടുക്കാനായിരുന്നു പ്ലാൻ. ആർക്ക്? അവൻ. അപ്പോഴേ ഞാൻ അവനോട് ചോദിച്ചു, ഇതൊക്കെ എനിക്ക് പറ്റിയ പണിയാണോന്ന്. അവനാണെങ്കിൽ നീ വാടാ മുത്തേ, നമുക്ക് സെറ്റ് ആക്കാൻ, ഞാനല്ലേ ഉള്ളു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ ശരിയെന്ന് ഞാനും. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാനിൽ 2 3 3 4 4 5 അങ്ങനെ ഞങ്ങൾ 5 പേര് ഷൂട്ടിനായിട്ട് ബീച്ചിൽ പോയി കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ട്രാൻസിഷൻ വീഡിയോ എവിടെയെന്ന്? ഇത് തന്നെ ഞാൻ അവനോട് കുറെ ആയിട്ട് ചോദിക്കുന്നത്, ട്രാൻസിഷൻ വീഡിയോ എവിടെയാണ്? ഏതോ നല്ല ബുദ്ധിക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്ത് 2 ഡാൻസ് വീഡിയോ എടുത്ത്, അതുകൊണ്ട് അതെങ്കിലും ഇടാൻ പറ്റും. ബട്ട് എല്ലാവരുടെ തിരക്കുകളും നമ്മൾ മനസ്സിലാക്കണമല്ലോ. എന്താണെങ്കിലും എന്താ, എല്ലാത്തിനും കട്ട സപ്പോർട്ട്. അത് മാത്രമല്ല, പോയതുകൊണ്ട് നന്നായിട്ട് ചിരിക്കാനും പറ്റി, നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി. അതുകൊണ്ട് ഇവന്മാരുടെ കൂടെ എവിടെ പോകാനാണെങ്കിലും ഞാൻ റെഡി. കാരണം എന്താ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണുമല്ലോ. എത്രയൊക്കെ പ്രായമാണെന്ന് പറഞ്ഞാലും നമുക്കൊക്കെ ഇപ്പോഴും മനസ്സിൽ കുട്ടിത്തം തന്നെ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ശരി എന്നാ, ബൈ, ഗുഡ് നൈറ്റ്. ചോദിക്കട്ടെ ഞാൻ ചോദിക്കാൻ പോവാ. എല്ലാരും ഇങ്ങ വാങ്ങുവാ. എന്തുവാ? എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറ. Okay.